Hi my dear plus 1 students. ഇത് മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന ചാപ്റ്ററിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് കണ്ട് പഠിച്ചതിന് ശേഷം മാത്രം ഈ പാർട്ട് ചെയ്യുക. ഇതിൽ പാസ്കൽസ് ലോയുമായിട്ട് ബന്ധപ്പെട്ട് മുൻ വർഷങ്ങളിൽ ചോദിച്ചതും NCERT ടെക്സ്റ്റിലുമുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ്. ഈ ക്വസ്റ്റ്യൻ മാർച്ച് 2020 ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ വായിച്ചോളൂ. The given figure shows the principle behind the hydraulic lift. നിങ്ങൾക്കറിയാം പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് പാസ്കൽസ് ലോയാണ്. The radius of small piston is 5 cm and that of larger piston is 15 cm. Calculate the force F if the mass of the car to be lifted is 1350 kg. G 9.8 തന്നിട്ടുണ്ട്. 9.8 തന്നാലും 10 എടുത്താലും കുഴപ്പമൊന്നുമില്ല. ചെറിയൊരു വേരിയേഷനേ വരുള്ളൂ, അതുകൊണ്ട് മാർക്കൊന്നും കുറയില്ല. ഇവിടെ ഈ രണ്ട് പിസ്റ്റൺസ് ഇത് രണ്ടും സിലിണ്ടറിക്കൽ ഷേപ്പായിട്ടാണ് അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ സൈക്കിളിന് കാറ്റടിക്കുന്ന പമ്പ് കണ്ടിട്ടില്ലേ, അതിൻ്റെയൊക്കെ ഷേപ്പ് സിലിണ്ടറിക്കലാണ്. അതാണ് ഈ പിസ്റ്റൺ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ റേഡിയസ് തരുന്നത് ഇവിടുത്തെ ഏരിയ കണ്ടുപിടിക്കാനാണ്. സിലിണ്ടറിക്കൽ ഷേപ്പ് ഇതിൻ്റെ സർഫസ് സർക്കിളായിട്ട് ഇമാജിൻ ചെയ്യുന്നു. അപ്പോൾ അവിടെ ഏരിയ എന്ന് പറയുന്നത് πr² ആണ്. അപ്പോൾ ഈ ചെറിയ പിസ്റ്റൻ്റെ റേഡിയസ് 5 സെൻറ്റിമീറ്ററും ഇതിൻ്റേത് 15 സെൻറ്റിമീറ്ററുമാണ്. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഈ ക്വസ്റ്റ്യനും കൂടെ ഒന്ന് വായിക്കൂ. ഇത് NCERT ടെക്സ്റ്റാണ്. ഇതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടത്. അപ്പോൾ NCERTയിൽ ബോക്സിൽ തരുന്ന പ്രോബ്ലംസ് ചെയ്ത് പഠിക്കണം. ഇൻ എ കാർ ലിഫ്റ്റ് കംപ്രസ്ഡ് എയർ എക്സേർട്ട് എ ഫോഴ്സ് F1 on a small piston having a radius of 5 cm. This pressure is transmitted to second piston of radius 15 cm. If the mass of the car to be lifted is 1350 kg, calculate F1. What is the pressure necessary to accomplish this task? അതായത് ഈ ഒരു ലാസ്റ്റ് സെൻറ്റൻസ് വാട്ട് ഈസ് ദ പ്രഷർ കാണാനുള്ള ക്വസ്റ്റ്യൻ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒഴിവാക്കി ബാക്കിയെല്ലാം ക്വസ്റ്റ്യൻ്റെ സെൻറ്റൻസിൽ മാറ്റം വരുത്തിയെങ്കിലും പറഞ്ഞിരിക്കുന്ന കണ്ടൻ്റ് എല്ലാം ഒന്ന് തന്നെയാണ്. വാല്യൂ പോലും മാറ്റം വരാതെയാണ് ചോദിച്ചിട്ടുള്ളത് എന്നർത്ഥം. ഓക്കെ, എന്താണ് പാസ്കൽസ് ലോ? P1 = P2 അല്ലേ, ഇതാണ് പാസ്കൽസ് ലോ. ഇതിൻ്റെ ബേസിലാണ് ഈ ഇക്വേഷൻ എഴുതുന്നത്. F1/A1 = F2/A2. ഈ രണ്ട് ഇക്വേഷൻ അറിഞ്ഞിരിക്കുക. ഇവിടെ പലപ്പോഴും കുട്ടികൾക്ക് അബദ്ധം പറ്റാറുണ്ട്. P1 = P2 പകരം F1 = F2 എന്നെഴുതും. F1 അല്ല F2, P1 = P2. ഒരു ഫ്ലൂയിഡിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അപ്ലൈ ചെയ്യുന്ന പ്രഷർ ഈക്വലായി ട്രാൻസ്മിറ്റ് ചെയ്യും, എല്ലാ ഭാഗത്തും ഈക്വലായിരിക്കും എന്നുള്ളതാണ്. അതായത് F1/A1 = F2/A2. അപ്പോൾ പാസ്കൽസ് ലോയുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്ന പ്രോബ്ലത്തിലെല്ലാം എഴുതേണ്ട ഇക്വേഷനാണ്. ഈ 4 എണ്ണത്തിൽ ഏതെങ്കിലും 3 എണ്ണം തരും, ഒരെണ്ണം അൺനോൺ ആയിരിക്കും. ആ ഒരെണ്ണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നിങ്ങൾ ഫോം ചെയ്യണം. ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് F1 ആണ്. അതുകൊണ്ട് A1 ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ F2 A1/A2 എന്നുള്ള ഇക്വേഷൻ ഫോം ചെയ്യുക. ഇനി F2 ആണെങ്കിലോ A2 അങ്ങോട്ട് കൊണ്ടുപോവുക. അപ്പോൾ അതാണ് ചെയ്യേണ്ടത്. ഏത് ചോദിച്ചാലും ഈ ഒരു ഇക്വേഷൻ മസ്റ്റാണ്. ഇനി ഈ ഇക്വേഷനിൽ ഓരോന്നായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. F2 കാണണം, A1 കാണണം, A2 കാണണം. F2 കാണാനായിട്ട് ചിലപ്പോൾ ഡയറക്റ്റ് F2 തരും. നിങ്ങളെ ക്വാണ്ടിറ്റി മനസ്സിലായില്ല എങ്കിൽ യൂണിറ്റ് നോക്കണം. ഇവിടെ F2 തന്നിട്ടില്ല, ഡയറക്റ്റ് തന്നിട്ടുള്ളത് മാസ് തന്നിട്ടുണ്ട്. അതായത് ലിഫ്റ്റ് ചെയ്യേണ്ട കാറിൻ്റെ മാസ് തന്നിട്ടുണ്ട്. M തന്നതുകൊണ്ട് നമുക്ക് ഫോഴ്സ് ആകുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യണം? M-നെ G കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഞാനിവിടെ 10 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പോൾ കാൽക്കുലേഷൻ വളരെ ഈസി ആകും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ M × G, ഞാൻ M2 എന്ന് പേര് കൊടുത്തതേ ഉള്ളൂ, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. രണ്ടാമത്തെ മാസ് എന്നുള്ള മീനിങ്ങിൽ M2 എന്ന് കൊടുത്തു. അപ്പോൾ M2G കാറിൻ്റെ മാസ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പം ഇത് കിട്ടി. അത്രയും ന്യൂട്ടണാണ് ഇവിടെ കിട്ടുന്ന ഫോഴ്സ്. ഇനി A1 കാണാനായിട്ട് എന്ത് ചെയ്യുക? A1 എന്ന് പറയുന്നത് πr² ആണ്. അപ്പോൾ ആദ്യത്തെ റേഡിയസ് എന്നുള്ളതിൽ R1 കൊടുത്തു. πr². പൈ ഇൻറ്റു റേഡിയസ് 5 സെൻറ്റിമീറ്റർ ആണ്. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കുക. സെൻറ്റിമീറ്ററിലായിരുന്നു. ആ സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റാനാണ് 10⁻² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. അവിടെയും ശ്രദ്ധിക്കണം, അവിടെ സ്ക്വയർ എടുക്കാൻ പലപ്പോഴും വിട്ടുപോകും. ആ 10⁻²നും സ്ക്വയർ എടുക്കണം. അതുപോലെ A2 πr². അപ്പോൾ പൈ ഇൻറ്റു തന്നിട്ടുണ്ട്, 15 തന്നിട്ടുണ്ട്, അതും സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ സെൻറ്റിമീറ്റർ ആണോ മീറ്റർ ആണോ എന്നൊക്കെ ശ്രദ്ധിക്കുക. മീറ്ററിലാണെങ്കിൽ പിന്നെ നിങ്ങൾ കൺവേർട്ട് ചെയ്യേണ്ട കാര്യമില്ല. അതിനെയും സ്ക്വയർ ചെയ്തു. ഇനി ഈ 3 കാര്യങ്ങൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. F1 = ഇത് F2 ഇൻറ്റു
A1 പകരം ഇത് കൊടുത്തു, A2 പകരം ഇത് കൊടുത്തു. അപ്പോൾ ഇവിടെ പൈ ക്യാൻസൽ ചെയ്തു. ഉടനെ 3.14 വാല്യൂ ഒന്നും കൊടുക്കണ്ട, അതവിടെ ക്യാൻസലാകും, അതുകൊണ്ട് അത് പോയി. പിന്നെ ഇവിടെ 10⁻² സ്ക്വയർ ആണ്, 10⁻² സ്ക്വയർ ഇതും ക്യാൻസൽ ചെയ്തു. പിന്നെ ഇവിടെ എന്താ ഉള്ളത്? 5/15 ആണ് അല്ലേ, അതായത് ഇവിടെ 3 വരും. അപ്പം ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഇതാണ്, 1500 ന്യൂട്ടൺ. ഇതൊക്കെ കാൽക്കുലേറ്ററിൽ ചെയ്യാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ടണ്ണിൻ്റെ പവർ കഴിയുന്നതും കാൽക്കുലേറ്റർ യൂസ് ചെയ്യാതിരിക്കുക. ഞാൻ എപ്പോഴും പറയുന്നതാണ്, അത് നിങ്ങൾ മനക്കണക്കായിട്ട് തന്നെ ചെയ്യുക. ഇതും കൂടെ കൊടുക്കുമ്പോൾ കൺഫ്യൂഷനും, അല്ലെങ്കിൽ പിന്നെ അത്രയ്ക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ അറിയുന്നവരായിരിക്കണം. ടണ്ണിൻ്റെ പവർ വളരെ സിമ്പിളാണ്, അത് അങ്ങോട്ട് മാറ്റി നിർത്തിയാൽ മതി. ഇവിടെ ഇപ്പം ക്യാൻസലേറ്റ് ചെയ്ത് പോയത് കൊണ്ട് കുഴപ്പമില്ല. അല്ലാത്ത കേസുകളിൽ അത് മാത്രം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് സൈഡിൽ വെക്കുക. ബാക്കി ഇങ്ങനെയുള്ള വാല്യൂസ് കാൽക്കുലേറ്ററിൽ ചെയ്യുക. അപ്പോൾ ഇതിവിടെ മാഷി സ്പ്രെഡ് ചെയ്ത കേട്ടോ, അതല്ല ഇവിടെ പോയിൻ്റൊന്നുമില്ല. അപ്പോൾ ഇവിടെ കിട്ടുന്നത് 1500 ന്യൂട്ടൺ ആണ്. ഇനി സപ്പോസ് G = 9.8 എടുത്ത കുട്ടികൾക്ക് F1 കിട്ടുന്നത് 1470 ന്യൂട്ടൺ ആണ്. ചെറിയൊരു വേരിയേഷനാണ്, അതിൻ്റെ പേരിൽ ഒട്ടും മാർക്ക് കുറയില്ല. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചതിൻ്റെ ആൻസർ കംപ്ലീറ്റ് ആയി. അതിലത്രയേ ചോദിച്ചിട്ടുള്ളൂ. പക്ഷേ ആ NCERT ടെക്സ്റ്റിൽ ഒരു ക്വസ്റ്റ്യനും കൂടെ അഡീഷണലായിട്ട് ചോദിച്ചിട്ടുണ്ട്. അതും കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. ഈ ക്വസ്റ്റ്യൻ കണ്ടോ, വാട്ട് ഈസ് ദ പ്രഷർ നെസസറി ടു അക്കംപ്ലിഷ് ദ ടാസ്ക്? ഈ ടാസ്ക് ചെയ്യാൻ വേണ്ട പ്രഷർ, ടാസ്ക് ചെയ്യാൻ ഇവിടെ അപ്ലൈ ചെയ്യുന്ന പ്രഷറാണെങ്കിലും എവിടെയുള്ള പ്രഷറാണെങ്കിലും സെയിം ആയിരിക്കും എന്നോർക്കുക. അപ്പോൾ P1 ചോദിച്ചാലും P2 ചോദിച്ചാലും സെയിം പ്രഷറാണ് എന്നോർക്കുക. പക്ഷേ F1 F2 ഡിഫറൻ്റ് ആണ്. തിയറി പഠിച്ചവർക്കറിയാം. P1 = P2 തന്നെയാണ്, അത് ഓർക്കുക. അതുകൊണ്ട് P1 ആണെങ്കിലും P2 ആണെങ്കിലും കണ്ടാൽ സെയിം ആയിരിക്കും. P1 ഒന്ന് കണ്ടു നോക്കാം. P1 = F1/A1. അപ്പോൾ ഇവിടെ F1-ന് ഇത് കൊടുത്തു, A1-ന് πr1² കൊടുത്തു. ഇനി P2 ആണെങ്കിലും സെയിം ആൻസർ തന്നെ കിട്ടും. നിങ്ങൾ വേണമെങ്കിൽ P2 ഒന്ന് ചെയ്ത് നോക്കിക്കൊള്ളുക. F2/A2 എന്ന് കൊടുക്കുക. അതാണ് പറഞ്ഞത്. P1 = P2 ആണ്, പക്ഷേ F1 ≠ F2. F1 ചോദിച്ചാൽ F1 തന്നെ കാണണം, F2 ചോദിച്ചാൽ F2 തന്നെ കാണണം. അല്ലാതെ P1 P2 ഏതാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഇതിൻ്റെ സിംപ്ലിഫിക്കേഷനാണ്. ഇവിടെയും സെൻറ്റിമീറ്ററിനെ മീറ്റർ ആക്കി. അപ്പോൾ ഈ -4 മുകളിലേക്ക് പോകുമ്പോൾ +4 ആകും. ആ +4ൻ്റെ കൂടെ ഈ 2 0 കൂടെ വരുമ്പം 10⁻6 വരും. ബാക്കി ഇതെല്ലാം കൂടെ നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കിട്ടും. ഇനിയിപ്പം ഇതെല്ലാം ഈ 0 അതൊക്കെ സിംപ്ലിഫിക്കേഷനൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഈ -4 മുകളിലേക്ക് പോയി +4 ആക്കി അവിടെ നിർത്തി ഇതെല്ലാം കൂടെ സിംപ്ലിഫിക്കേഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം. ഇത്ര എഴുതിയാൽ മതി. ഇനി ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകൾ 10ൻ്റെ പവറിൽ വേണമെങ്കിൽ ചെയ്യാം. 10⁵ ആക്കുകയാണെങ്കിൽ 1.91 വരും, അത്രയേ ഉള്ളൂ. അപ്പം ഒരു പോയിൻ്റ് അങ്ങോട്ട് നീങ്ങുന്നതിനനുസരിച്ച് ഇവിടെ ഒരു 0 കൂടി വരും. പക്ഷെ അതിലൊന്നും മാർക്കിലൊന്നും വേരിയേഷൻസ് വരില്ല. ഇത്രയും എഴുതിയാലും മതി. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം ചെയ്യാം. മാർച്ച് 2015 ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യനാണ്. സ്റ്റേറ്റ് പാസ്കൽസ് ലോ ഫോർ ട്രാൻസ്മിഷൻ ഓഫ് ഫ്ലൂയിഡ് പ്രഷർ ആൻഡ് എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾസ് ഓഫ് വർക്കിംഗ് ഓഫ് എ ഹൈഡ്രോളിക് ലിഫ്റ്റ്. പാർട്ട് 1 ആൻസർ പറഞ്ഞതാണ്. എനിക്ക് ക്വസ്റ്റ്യൻ കാണിക്കാൻ വേണ്ടി ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ആൻസർ നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചോളൂ. NCERT പ്രോബ്ലമാണ്. 2 syringes of different cross sections filled with water are connected with a tightly fitted rubber tube filled with water. അപ്പോൾ ഇതൊക്കെ ക്വസ്റ്റിന് ഭംഗിക്ക് വേണ്ടി പറയുന്നതാണ്. അതൊന്നും വായിച്ച് കൂടുതൽ സമയം കളയണമെന്നില്ല. Diameters of the smaller piston and larger piston are 1 cm and 3 cm respectively. Find the force exerted on the larger piston when a force of 10 Newton is applied to the smaller piston. If the smaller piston is pushed in through 6 cm, how much does the larger piston move out? അപ്പോൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കുക, എന്നിട്ട് ആൻസർ ചെയ്യുക. ഇവിടെ എന്താണ്, രണ്ടിൻ്റെയും റേഡിയസ് തന്നിട്ടുണ്ട് അല്ലേ, ഫസ്റ്റ് പിസ്റ്റൺ സെക്കൻഡ് പിസ്റ്റൺ. അപ്പം നിങ്ങൾക്കത് എഴുതാം. റേഡിയസ് ആണ് തന്നിട്ടുള്ളത്, റേഡിയസ് അല്ല, ഡയാമീറ്റർ ആണ് തന്നിട്ടുള്ളത്. ഡയാമീറ്റേഴ്സ് ഓഫ് ദി സ്മോളർ പിസ്റ്റൺ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. നമുക്ക് വേണ്ടത് ഡയാമീറ്റർ അല്ല, റേഡിയസ് ആണ് അല്ലേ. ഓക്കെ, സെൻറ്റിമീറ്ററിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അവിടെയൊക്കെ കൺവേർട്ട് ചെയ്യണം. ഫൈൻഡ് ദ ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ ദ ലാർജർ പിസ്റ്റൺ. ഈ ലാർജർ പിസ്റ്റണിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സാണ് കാണേണ്ടത്. അതായത് ഏതാണ്, F2 ആണ് കാണേണ്ടത്.
വെൻ ഫോഴ്സ് ഓഫ് 10 ന്യൂട്ടൺ ഈസ് അപ്ലൈ ടു ദി സ്മാളർ പിസ്റ്റൺ. സ്മാളർ പിസ്റ്റൺ എന്ന് പറയുന്നത് F1 ആണ്. ഇവിടെ F1 10 ന്യൂട്ടൺ. ഇപ്പോൾ F2 കണ്ടുപിടിക്കണം. ബാക്കി ഇതിൻ്റെയൊക്കെ ഏരിയ കാണാനായിട്ട് ഡയാമീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ചെയ്യുക. ക്വസ്റ്റ്യൻ്റെ പെർഫെക്ഷന് വേണ്ടി ക്വസ്റ്റ്യൻ വലുതാക്കി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വലിപ്പം കണ്ടിട്ടൊന്നും പേടിക്കരുത്. വേണ്ട ഡാറ്റ മാത്രം എടുത്തെഴുതുക. P1 = P2 ആണ്. അതുകൊണ്ട് F1/A1 = F2/A2. അത് ഏത് ക്വസ്റ്റ്യനും എഴുതേണ്ട 2 ഇക്വേഷനാണ്. ഇത് എഴുതിയില്ലെങ്കിൽ ഇത് മസ്റ്റാണ്. അപ്പോൾ F2 ആണല്ലോ ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് F1/A2/A1. അപ്പോൾ ഇനി തന്നിരിക്കുന്ന ഓരോന്നും നമുക്ക് ഫില്ല് ചെയ്യണം. R1 എങ്ങനെ കാണും? D1/2 അല്ലേ? അതായത് 1/2 ഇൻറ്റു 10⁻² മീറ്റർ. അതായത് അവിടെ സെൻറ്റിമീറ്ററിലാണ് തന്നിട്ടുള്ളത്. 1 സെൻറ്റിമീറ്റർ ആണ് സ്മോളർ പിസ്റ്റൻ്റെ ഡയാമീറ്റർ. അപ്പോൾ അതിൻ്റെ പകുതി കാണുക 1/2 സെൻറ്റിമീറ്റർ മീറ്ററിലേക്ക് ആക്കി. അപ്പോൾ ഇവിടെ 1/2 എന്ന് പറയുമ്പോൾ ഉടനെ കാൽക്കുലേറ്റർ എടുത്ത് ചെയ്യാനൊന്നും നിൽക്കണ്ട. ആരാന്ന് പറയുന്നത് എന്താണ്? 0.5. അങ്ങനെ കാൽക്കുലേഷൻസ് സിമ്പിളാക്കുക. ഞാൻ പറയുന്നതേ ഉള്ളൂ, നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം കേട്ടോ. അങ്ങനെ തെറ്റുന്ന പേടിയുള്ളൊരു കാൽക്കുലേറ്ററിൽ തന്നെ ചെയ്യാം. ആരാന്ന് പറഞ്ഞാൽ 0.5. അപ്പോൾ 10⁻², അത് അവിടെ അതുപോലെ തന്നെ നിന്നോട്ടെ. ഇനി അതുപോലെ R2 എന്ന് പറയുന്നത് D2/2. അവിടെ 3 ആണ് ഡയാമീറ്റർ തന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പകുതി 3/2 എന്ന് പറയുമ്പം 1.5. അങ്ങനെയൊക്കെ സിമ്പിളായിട്ട് പഠിക്കുക. 10⁻² അവിടെയുണ്ട്. അത് അതേപടി എടുത്തെഴുതി. F1 10 ന്യൂട്ടനാണ് തന്നിട്ടുണ്ട്. F2 = 10. F1ന് പകരം 10. ഏരിയ എന്ന് പറയുന്നത് πr². അപ്പോൾ π × r². ഇവിടെ r2². ഇവിടെ πr1². അപ്പോൾ ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാം? π ക്യാൻസൽ ചെയ്തു. ഇതും ക്യാൻസൽ ചെയ്തു. പിന്നെ ഇവിടെ 1.5² ഉണ്ടെന്ന് ഓർക്കണം. 0.5² ഉണ്ടെന്ന് ഓർക്കണം. അപ്പോൾ 1.5ൽ ഈ പോയിൻറ്റും ഇതൊക്കെ സിംപ്ലിഫിക്കേഷൻ ഞാൻ പറയുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡിൽ ചെയ്യാം. കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം. ഇപ്പോൾ ഇത് പോയി കഴിഞ്ഞാൽ പിന്നെ 15/5. വളരെ സിമ്പിൾ അല്ലേ? 15നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3² മറക്കരുത്. അപ്പോൾ 10 × 3². എത്ര സിമ്പിളായി. കാൽക്കുലേറ്റർ പോലും യൂസ് ചെയ്യേണ്ട. അതിന് പകരം വെറുതെ കാൽക്കുലേറ്റർ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ കാൽക്കുലേഷൻ ചെയ്ത് തെറ്റിക്കുന്ന കാണാം. അതുകൊണ്ടാണ് പറയുന്നത്. ഇവിടെ ഈ പോയിൻ്റൊക്കെ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് അബദ്ധം പറ്റും. ഇവിടെ പോയിൻ്റ് കഴിഞ്ഞൊരു പൊസിഷൻ ഇവിടെയും. അപ്പോൾ അതങ്ങ് കളഞ്ഞാൽ 15/5. അങ്ങനെ 3² × 10 90 ന്യൂട്ടൺ എന്ന് വന്നു. അപ്പോൾ F2 എത്ര കിട്ടി? 90 ന്യൂട്ടൺ. ഇനി അതിൻ്റെ കൂടെ ഒരു ക്വസ്റ്റ്യനും കൂടെയുണ്ട്. അതും കൂടെ ഒന്ന് വായിക്കൂ. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഇംഗ്ലീഷ് മനസ്സിലാവുന്നില്ലെങ്കിൽ അതിൻ്റെ മലയാളം വേർഷൻ വായിക്കുക. ക്വസ്റ്റ്യൻ പേപ്പറിൽ മലയാളം ഉണ്ടല്ലോ. അതായത് ഇതിൻ്റെ B പാർട്ടിൻ്റെ മീനിങ് ഇത്രയേ ഉള്ളൂ. ഇവിടെ ഈ പിസ്റ്റൺ താഴേക്ക് പ്രസ് ചെയ്യണം അല്ലേ? ആ പ്രസ് ചെയ്യുന്നത് 6 സെൻറ്റിമീറ്റർ താഴേക്കാണ് വരുന്നതെങ്കിൽ, അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് പ്രസ് ചെയ്യുമ്പം ഇവിടുന്ന് പുറത്തേക്ക് ചാടും. അങ്ങനെയാണല്ലോ ഈ കാർ അങ്ങോട്ട് തള്ളുന്നത്. അപ്പോൾ ഇവിടെ 6 സെൻറ്റിമീറ്ററാണ് തള്ളുന്നതെങ്കിൽ ഇവിടെ നിന്ന് എത്ര സെൻറ്റിമീറ്ററാണ് പിസ്റ്റൺ പുറത്തേക്ക് തള്ളുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ പ്രഷർ കൊടുക്കുമ്പോൾ ഇവിടെ എത്ര വോളിയമാണോ താഴേക്ക് കംപ്രസ് ചെയ്യുന്നത് അത്രയും സെയിം വോളിയം ആയിരിക്കും പുറത്തേക്ക് തള്ളുക. അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് തള്ളുന്ന അത്രയും വോളിയം, ഫ്ലൂയിഡ് എന്തോ ആവട്ടെ, ആ ഫ്ലൂയിഡ് എത്ര ഇവിടെ ഇങ്ങോട്ട് ഉള്ളിലേക്ക് തള്ളുന്നോ അത്രയും സെയിം വോളിയം ഇവിടെ നിന്ന് പുറത്തേക്ക് തള്ളും. അതായത് ഇവിടെ നിന്ന് ഉള്ളിലേക്ക് തള്ളുന്ന ഫ്ലൂയിഡിൻ്റെ വോളിയം ഈക്വൽ ടു ഇവിടുന്ന് പുറത്തേക്ക് തള്ളുന്ന ഫ്ലൂയിഡിൻ്റെ വോളിയം. വോളിയം റിമൈൻസ് കോൺസ്റ്റൻറ്റ് എന്നുള്ള പോയിൻറ്റിൻ്റെ ബേസിലാണ് ഇതിന് ആൻസർ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടുത്തെ പോയിന്റ് വോളിയം റിമൈൻസ് കോൺസ്റ്റൻറ്റ്. അതായത് V1 = V2. എങ്ങനെയാണ് വോളിയം കണ്ടുപിടിക്കുക? ഏരിയ നമുക്കറിയാം, ലെങ്ത്തും തന്നിട്ടുണ്ട്. ഏരിയ ഇൻറ്റു ലെങ്ത് ആണ് വോളിയം. അപ്പോൾ ആദ്യത്തെ പാർട്ടിലെ വോളിയം A1L1, സെക്കൻഡ് പാർട്ടിലത് A2L2. അപ്പോൾ അത് രണ്ട് ഈക്വലാണ്. A1L1 = A2L2. A1 അറിയാം, L1 6 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. A2 നമുക്കറിയാം, L2 ആണ് കാണേണ്ടത്. അതുകൊണ്ട് L2 ഇവിടെ നിർത്തിയിട്ട് A2നെ ഇങ്ങോട്ട് കൊണ്ടുപോവുക. A1L1/A2 എന്ന് വന്നു. ഇനി ഓരോന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡയാമീറ്റർ റേഡിയസ് ഞാനൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. ഇതാ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0.5 × 10⁻²² ഇവിടെ 6 × 10⁻² തന്നിട്ടുണ്ട്. L1 തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ വായിക്കാം. ഇവിടെ ഇത്രയും സ്ക്വയർ. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ സിംപ്ലിഫിക്കേഷൻസ് നടത്തുക. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോളൂ. ഞാൻ പറയുന്നതേ ഉള്ളൂ സിമ്പിളായ മെത്തേഡ്, നിങ്ങൾക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് ഇവിടെയും ഇതും ക്യാൻസലായി. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട 0.5² ഉണ്ട്. വെട്ടുമ്പോൾ പിന്നെ സ്ക്വയർ കളയരുത്. 0.5ന് സ്ക്വയർ ഉണ്ട്, 1.5ന് സ്ക്വയർ ഉണ്ട്.
അപ്പോൾ ഇവിടെ ഒരു പോയിൻ്റ്, ഈ പോയിൻ്റ് കളയുക. അപ്പോൾ 5/15 ഇവിടെ എന്ത് വന്നു? അടിയിൽ 3 വന്നു അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് വന്നത്? ഇവിടെ 5, ഇവിടെ 15. അപ്പോൾ അടിയിൽ 3 വന്നു, 1/3 എന്ന് വന്നു. പിന്നെ ഇവിടെ 3യുടെ സ്ക്വയർ ഉണ്ട്, അത് ശ്രദ്ധിക്കുക അല്ലേ. ഇവിടെയും സ്ക്വയർ ഉണ്ട്, ഇവിടെയും സ്ക്വയർ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു 6 ഉണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 2/3 ആണ്. നിങ്ങൾ പേപ്പർ എടുത്ത് ചെയ്ത് നോക്കുക, സ്ക്വയർ ഉണ്ടെന്നുള്ളത് ഓർക്കുക. അപ്പോൾ 2/3 ഇൻറ്റു 10⁻² മീറ്റർ, ഇത്രയും മതി. ഇനി 2/3 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 0.67 കിട്ടും, ഇൻറ്റു 10⁻² മീറ്റർ. ഇതുവരെയാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫിക്കേഷൻ ഓരോരുത്തരുടെ സൗകര്യം പോലെ. അപ്പം L2 എന്ന് പറയുന്നത് മീറ്ററിൽ എഴുതി. ഓക്കെ, ഇനി ഒരു സിമ്പിളായ ഒരു പ്രോബ്ലമാണ്, പക്ഷേ തെറ്റ് വരാൻ ഒരുപാട് ചാൻസ് ഉള്ളൊരു പ്രോബ്ലമാണ്. Hydraulic lift is to be designed to lift a maximum mass of 3,500 kg, which is carried by the bigger piston of area of cross section 343 centimeter square. Calculate the maximum pressure which should be applied on smaller piston to lift the mass. അതായത് 3500 കിലോഗ്രാം മാസുള്ള ഒരു ഒബ്ജക്റ്റിനെ പൊക്കാനായിട്ടാണ് ഹൈഡ്രോളിക് ലിഫ്റ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏരിയ ഒക്കെ തന്നിട്ടുണ്ട്, സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ റേഡിയസ് ഒന്നുമല്ല തന്നിട്ടുള്ളത്, ഇവിടെ ഏരിയ ഡയറക്റ്റ്. അപ്പോൾ നിങ്ങൾ πr² ഒന്നും കാണണ്ട, ഡയറക്റ്റ് തന്നിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സെൻറ്റിമീറ്റർ സ്ക്വയറിനെ മീറ്റർ സ്ക്വയർ ആക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ 10⁻² അല്ല, -2ൻ്റെ സ്ക്വയർ, അതായത് 10⁻4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അത് ശ്രദ്ധിക്കുക. ഏരിയ ഡയറക്റ്റ് തന്നു, πr² കാണണ്ട കേട്ടോ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. നേരത്തെ റേഡിയസ് ആയിരുന്നു. കാൽക്കുലേറ്റ് ദ മാക്സിമം പ്രഷർ. അപ്പോൾ ഇവിടെ പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യണം. അതിപ്പോൾ സ്മോളർ പിസ്റ്റണിലാണെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ സ്മോളർ പിസ്റ്റണിലാണെങ്കിലും മറ്റേ പിസ്റ്റണിലാണെങ്കിലും P1 = P2 ആയതുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രഷർ കണ്ടാൽ മതി. ഇവിടെ തന്നിട്ടുള്ളത് മാസാണ്, ഫോഴ്സ് ഡയറക്റ്റ് തന്നിട്ടില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? 9.8 കൊണ്ടോ അല്ലെങ്കിൽ 10 കൊണ്ടോ മൾട്ടിപ്ലൈ ചെയ്യണം. ഇപ്പോൾ ഓക്കെ, മാസ് തന്നിട്ടുണ്ട്, F = mg. ഇപ്പോൾ 9.8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 10 കൊണ്ടല്ല, ഇവിടെ 9.8 കൊണ്ടാണ്. അപ്പോൾ കിട്ടുന്നത് ഇത്രയും ന്യൂട്ടണാണ്. A = 343 സെൻറ്റിമീറ്റർ സ്ക്വയർ, 10⁻4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. പ്രഷർ = ഫോഴ്സ് ബൈ ഏരിയയ്ക്ക് പകരം mg/a എന്ന് എഴുതി. ഇത്രയും 10�6 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. പ്രഷറിൻ്റെ യൂണിറ്റ് ഒന്നുകിൽ ഇത് എഴുതുക അല്ലെങ്കിൽ പാസ്കൽ എന്ന് എഴുതുക. അതുപോലെ വേറൊരു ക്വസ്റ്റ്യൻ, ഇവിടെയൊക്കെ ഏരിയ ഡയറക്റ്റ് തരികയാണ്. അപ്പോൾ πr² കാണണ്ടെന്ന് അർത്ഥം. ഇൻ ഹൈഡ്രോളിക് ലിഫ്റ്റ് ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ലാർജ് ആൻഡ് സ്മോൾ പിസ്റ്റൺസ് ആർ 1000 centimeter square and 10 centimeter square respectively. Find the force applied on a small piston to lift a mass of 2,500 kg with a large piston. ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലായല്ലോ. ഇപ്പോൾ നമ്മൾ ഇത്രയും പ്രോബ്ലംസ് ചെയ്തവരല്ലേ. അപ്പോൾ എന്താണ്? F/A = F/A എന്നാണ് ഇവിടെ. മുമ്പേ നമ്മൾ F1/A1 = F2/A2. ഏതെങ്കിലും ഒരു നൊട്ടേഷൻ മനസ്സിലാവുന്ന രീതിക്ക് കൊടുത്താൽ മതി. ഇത് ആദ്യത്തെ പിസ്റ്റൺ, രണ്ടാമത്തെ പിസ്റ്റൺ, അത്രയേ ഉള്ളൂ. അതായത് F = mg. ഇവിടെ മാസ് തരുന്നത് കൊണ്ടാണ് G കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരുന്നത്. യൂണിറ്റ് നോക്കുക, കിലോഗ്രാം ആണെങ്കിൽ മാസും ന്യൂട്ടൺ ആണെങ്കിൽ ഫോഴ്സ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ എഫിന് പകരം mg എന്ന് എഴുതി. G/A = F/A. F ആണ് വേണ്ടത്, അതായത് F2 ആണ് വേണ്ടത് അല്ലേ. അപ്പോൾ നേരത്തെ ചെയ്തതനുസരിച്ചാണെങ്കിൽ F2 ആണ് വേണ്ടത്. അപ്പോൾ F = AmG/A. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. 10ൻ്റെ പവറൊക്കെ മാറ്റി നിർത്തുക. ഇവിടെ -4 പോയി അല്ലേ. പിന്നെ ഈ 2 0, ഈ 2 0 ഇവിടുന്ന് പോയി, ഒരു 0 പോയി. ബാക്കിയുള്ളതാണ് ഇത്രയും ന്യൂട്ടൺ എന്ന് പറയുന്നത്. അല്ലാതെ ഇതെല്ലാം കൂടെ കാൽക്കുലേറ്ററിലേക്ക് ചെയ്യുമ്പോൾ ആകെ കൺഫ്യൂഷനാകും. ഇതെല്ലാം മാറ്റി നിർത്താം. 25 × 9.8 മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. എഴുതുമ്പോൾ ആൻസർ എഴുതുമ്പോൾ യൂണിറ്റ് എഴുതാൻ മറക്കരുത്. യൂണിറ്റ് 1/2 മാർക്കുണ്ട് എന്ന് പ്രത്യേകം ഓർക്കുക. ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കും. ദ പ്രഷർ എക്സേർട്ടഡ് അറ്റ് എനി പോയിന്റ് ഇൻ ആൻ എൻക്ലോസ്ഡ് ഫ്ലൂയിഡ് ഈസ് ട്രാൻസ്മിറ്റഡ് ഈക്വലി ഇൻ ഓൾ ഡയറക്ഷൻ. ദിസ് ഈസ് നോൺ ആസ് ഡാഷ്. ഏതാണ് ഈ ഓപ്ഷൻസിൽ? പാസ്കൽസിലോ അല്ലേ. അപ്പോൾ ഇങ്ങനെയും ചോദിക്കാം, അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഓക്കെ, ആൻസർ പാസ്കൽസ് ലോ. ഇത് കണ്ടോ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് വർക്ക്സ് ഓൺ പാസ്കൽസ് ലോ? ഇതാണ് ഹൈഡ്രോളിക് ലിഫ്റ്റ് അല്ലേ. നമുക്ക് ഓപ്ഷൻ വായിക്കുമ്പോൾ തന്നെ അറിയാം. ബാക്കിയെല്ലാം വേറെ ആപ്ലിക്കേഷൻസ് ആണ്. അറിഞ്ഞിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ബെർണോളിസ് തിയറം ഈസ് ബേസ്ഡ് ഓൺ ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ഡാഷ്. ഏതാണ്? കൺസർവേഷൻ ഓഫ് എനർജി. ബെർണോളിസ് പ്രിൻസിപ്പിൾ, കണ്ണടച്ചെഴുത എനർജി. ഇനി ഈ ഓപ്ഷൻസിൽ പ്രഷർ എനർജിയും കൂടെ വന്നാൽ
ടോട്ടൽ എനർജിയാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് എനർജിയാണ്, പ്രഷർ എനർജി മാത്രമല്ല. കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയുണ്ട്, പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയുണ്ട്. അപ്പോൾ ഇതിൽ പ്രഷർ എനർജിയും കൂടെ വന്നാൽ കൺഫ്യൂഷൻ വരും. ഒരു സംശയം വേണ്ട, എനർജിയാണ്. അപ്പോൾ ഈ 2 പാർട്ടുകളിലായിട്ട് മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന ചാപ്റ്ററിലെ ഏതാണ്ട് വരാൻ സാധ്യതയുള്ള തിയറിയും പ്രോബ്ലംസും എല്ലാം ചെയ്തു കഴിഞ്ഞു. ഈ 2 സെക്ഷൻസും വളരെ നന്നായി പഠിച്ചിട്ട് പരീക്ഷ എഴുതുക. ഓൾ ദ ബെസ്റ്റ്. അടുത്ത ചാപ്റ്ററുകളിലെ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഓൾ.